ഞാൻ പറഞ്ഞു മീര നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചക്രത്തില്. അയ്യോ ആളാണ് മനസ്സിലാവില്ല കേട്ടോ, ഭയങ്കരമായിട്ട് മാറിപ്പോയി. ആക്ച്വലി എന്നെക്കാളും മൂത്തതാണ് മീര. പറയില്ല, എന്റെ മോളെ പോലെ ഇരിക്കും. നിനക്ക് അങ്ങനെ ശരീരമുള്ളതുകൊണ്ടാ? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ജനറ്റിക്കും പിന്നെ അവളുടെ ജീവിതശൈലി അങ്ങനെയൊക്കെ അല്ലേ, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നല്ല കുട്ടിയാണ്. ഞാൻ പണ്ടൊക്കെ കേട്ടുള്ളത് മീര ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണ്, അവരെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മൾ പറയാൻ. പക്ഷെ അങ്ങനെയല്ല, അവര് നമ്മുടെ കഥകളൊക്കെ കേൾക്കും, എന്നെ കുറെ ആശ്വസിപ്പിച്ച് അന്ന് എന്നുവെച്ചാൽ സാരിയില്ല, അതൊക്കെ ശരിയാവും. ഞാൻ ഭയങ്കര പ്രശ്നത്തിലും ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോയതാണ്. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി. അങ്ങനെ ഞാൻ ഇപ്പം ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ധൈര്യമല്ലേ. നല്ല വെച്ച് നല്ല ഇതായിട്ട്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി. ഇനിയും ചേച്ചി ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും ചേച്ചിയുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പം ചെറിയ റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ ആ ഒരു എക്സ്പ്രഷൻസിൽ നിന്നാണോ കൊള്ളാലോ എന്നുള്ളൊരു സാധനം നമുക്ക് വരുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനിയും അതുപോലെ ചെയ്യുന്നത് ചെറുതോ വലുതോ ആയ കഥാപാത്രങ്ങളാവട്ടെ, എല്ലാത്തിലും ഒരു ഐഡന്റിറ്റി കൊണ്ടുവന്ന് ത്രൂ ഔട്ട് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന വിഷയമാണ്. എന്തൊക്കെ ഐഡന്റിറ്റി ഇട്ടാലും എന്തൊക്കെ ഇട്ടാലും നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കാണുന്നവരില്ലെങ്കിൽ ഒരു കാര്യമില്ല.